ആശ്രവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളെ കണ്ടത് നീ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു. പിന്നെ ദൈവം ഏലിയായോട് നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഇനി ഭാവി ജീവിതവും ദൈവം അഡ്രസ്സ് ചെയ്യുന്ന ദൈവം നിരീക്ഷിക്കുന്ന വിഷയമാണ്. നീ എന്താണ് ചെയ്യാനിരിക്കുന്നത് എന്നും ചോദിക്കും. അതാണ് വിഷയം. എന്താണ് ചെയ്തത്, എന്ത് ചെയ്യുന്നു, എന്താ ദൈവം ചോദിക്കണത്? എന്താണ് നീ ചെയ്യാനിരിക്കുന്നത്? ഭാവിയിൽ നീ എന്താണ് ചെയ്യാനിരിക്കുന്നത്? അത് മോശമായാലും നന്മയായാലും ദൈവം അത് ചെയ്യരുതെന്നും പറയത്തില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ അങ്ങനൊന്നും പറയത്തില്ല. അതെപ്പോഴും ഓർത്തേക്കണം. ദൈവം നിന്നെ ട്രെയിൻ ചെയ്യണ മനസ്സാക്ഷിയൊക്കെ തരുന്നതിനൊക്കെ ഒരു മിനിമം ടൈമുണ്ട്. നീ ഭാവിയിൽ നീ ജയിലിൽ കിടക്കുമ്പോഴാ, അല്ലെങ്കിൽ കേസിൽ അകപ്പെട്ട് കഴിയുമ്പോഴാ, അല്ലെങ്കിൽ നാട്ടുകാർ നിന്നെ കൈകാര്യം ചെയ്ത് കഴിയുമ്പോഴാ, വീട്ടിൽ നിനക്ക് വില പോയി കഴിയുമ്പോഴാ, അയ്യോ ദൈവം എന്നെ നേരത്തെ ഓർപ്പിച്ചാൽ മതിയായിരുന്നില്ല, ഇത് ഒരു നിമിഷം വന്ന് അബദ്ധമായി പോയില്ല എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും പറയാൻ പറ്റുകയില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ദൈവം ആ പ്രായത്തിന് ആർജിക്കേണ്ട സാമാന്യ ബോധം നീ ആർജിച്ച് കാണും. പിന്നെ ഓരോ കാര്യത്തിനും വന്നിട്ട് പിന്നെ നീ ഇതെല്ലാം ആർജിച്ചിട്ട് തെറ്റാണെന്ന് അറിഞ്ഞെങ്കിലും പിന്നെ ആ തെറ്റിൽ ഉറച്ചൊന്ന് ചെയ്യണമെങ്കിൽ കർത്താവ് പറയും അത് വേഗം ചെയ്ത് മാറ്റാൻ പറയും. അത്രേ ഉള്ളൂ ചെയ്ത്, അല്ലാതെ ചെയ്യരുതെന്ന് പറയത്തില്ല. അങ്ങനെ പറയണമെങ്കിൽ യൂദോസിനോട് പറയാമായിരുന്നു ഈശോട്, നീ ചെയ്യാൻ പാടില്ല കേട്ടാ ഇതെന്ന് പറഞ്ഞില്ല. ഇപ്പം ചെയ്യാതിരിക്കുന്ന കാര്യമാണ്, തെറ്റാണെങ്കിൽ ഈശോ പറയും വേഗം ചെയ്യാൻ പറയും. അതാണ് ദൈവത്തിൻ്റെ ഒരു നിലപാട്. അല്ല അവിടെ നിന്ന് ഓരോന്ന കാര്യത്തിൽ വന്ന് തിരുത്തത്തില്ല. യോഹന്നാൻ 13:27 എടുത്തേ. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. ഇതാണ് അവസ്ഥ. മനസ്സിലായില്ലേ? വേഗം ചെയ്യാൻ. അപ്പം വേഗം എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ലേ? പക്ഷേ ദൈവം കൈവിട്ടതിൻ്റെ അവസ്ഥ, ദുരന്തവും വേഗമായിരിക്കും. ദൈവം കൈവിട്ടതിൻ്റെ അവസ്ഥ അതായിരിക്കും. നിങ്ങൾ ആത്മഹത്യയൊക്കെ ചെയ്തിട്ട് ഡിപ്രഷനാണ്, ഭ്രാന്താന്നൊരു കാര്യമൊന്നുമില്ല. ദൈവം കൈവിട്ടവനെ ആരും ആത്മഹത്യ ചെയ്യത്തില്ല. ഇപ്പം പുതിയ ശാസ്ത്രമൊക്കെ മനഃശാസ്ത്രമൊക്കെ ഇറങ്ങിയിട്ട് ഓരോരോ എഴുതി തള്ളലല്ലേ. ഇത് ദൈവം തള്ളുവായത്. ബൈബിൾ ആത്മഹത്യ ചെയ്ത ആൾക്കാരുടെ എണ്ണം നോക്കിയേ, എല്ലാ എണ്ണന്മാരും ദൈവം കൈവിട്ട കക്ഷികളായിരിക്കും. ഇപ്പം നമ്മൾ പറയുക